ഹലോ, സുറൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് ചെറി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊരു അച്ചാറിട്ടാലോ? ഇത് സാദാ വെള്ളമാണ്. ഇതിൽ നമുക്ക് കുമ്മായം കലക്കി വെക്കണം. എന്നിട്ട് ഈ കലക്കി വെച്ച കുമ്മായം കുറച്ച് സമയം തെളിയാനായിട്ട് വെക്കണം. എന്നിട്ടിത് തെളിഞ്ഞതിന് ശേഷം നമുക്ക് ചെറി പൊളിച്ചെടുത്തിട്ട് ആ ചെറിയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം, ഈ തെളി. എന്നിട്ട് കുറച്ച് മണിക്കൂറുകൾ വെച്ചതിന് ശേഷം അത് ഊറ്റിയെടുത്തിട്ട് നമുക്ക് അച്ചാറിടാം. ഈ കുമ്മായം തെളിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് ചെറി ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ചെറിയുടെ ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെക്കാം. അപ്പോഴേക്കും കുമ്മായം തെളിഞ്ഞു വരും. അപ്പോൾ ആ വെള്ളം തെളി ഊറ്റിയെടുത്ത് നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കണം. ഇതൊഴിച്ച് കൊടുത്തിട്ട് നമ്മൾ വീണ്ടും ഇത് തെളിയാൻ ഇത് അതിലിട്ട് വെക്കണം, ആ കറ പോവാൻ. അങ്ങനെ നമ്മളിത് ഒരു ദിവസം ഒരു 8 മണിക്കൂറെങ്കിലും അല്ലെങ്കിൽ ഒരു 6 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ടാണ് നമ്മളിത് ഊറ്റിയെടുത്തിട്ട് അച്ചാറിടുക. ഇത് തിളച്ച വെള്ളം ഒഴിച്ച് വെച്ചിട്ടും ഇത് അച്ചാറിടുക. അങ്ങനെ ഊറ്റിയെടുത്തിട്ട് അച്ചാറിടുന്നുണ്ട് എല്ലാവരും. നമ്മളിത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ചെറി എങ്ങനെയാണ് പഞ്ചസാര സീറിൽ ഇട്ട് വെച്ച് അതേപോലെ റെഡിയാക്കി എടുക്കുന്നത്, അത് ഇതുപോലെ കുമ്മായം വെള്ളത്തിലിട്ടിട്ട് ആദ്യം ഇത് റെഡിയാക്കി എടുത്ത് കറ കളഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ അതുപോലെ അച്ചാറിടാമെന്ന് കരുതിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ട് ഇതിൻ്റെ ഗുണനിലവാരം നഷ്ടപ്പെടുമോ എന്ന് തോന്നിയത് കൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ ചെറിയെല്ലാം കുരുവെല്ലാം എടുത്ത് കളഞ്ഞ് ഫ്രഷായി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് റെഡിയാക്കാം. ഇനി നമുക്ക് ഫ്രഷാക്കി വെച്ച ചെറിയിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ ഇടുമ്പോൾ ഉപ്പ് നോക്കിയാൽ മതി. എന്നിട്ട് കുറവുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ അച്ചാറിൻ്റെ പൊടി, ഈ പൊടി 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2-3 മണിക്കൂർ നമുക്ക് മാറ്റി വെക്കണം. ഇനി നമുക്ക് ഇതിലേക്കുള്ള വെളുത്തുള്ളി ഇഞ്ചിയും ഒക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോഴേക്കും ഇതൊന്ന് ഇരുന്ന് സെറ്റാവാനുണ്ട്. ഈ ചെറിയ അച്ചാർ ഇടാനായിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 3 കുടം വെളുത്തുള്ളി തൊലി കളഞ്ഞ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ 6 പച്ചമുളകും, പിന്നെ 2 കഷ്ണം വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, വേപ്പിലയും. ഇനി നമുക്കിതൊന്ന് അച്ചാറിടാം. അതിനായിട്ട് നമ്മൾ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ കടുകെണ്ണയും നല്ലെണ്ണയും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യത്തിന് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്തു. വേപ്പില ഇട്ട് കൊടുത്തു. ഇനി വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുത്തു. ഇഞ്ചി ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ചെറി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് അച്ചാർ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കാശ്മീർ മുളക് പൊടി 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഉപ്പ് നമ്മളിതിൽ കുഴച്ച് വെക്കുമ്പോൾ ഇട്ടത് കൊണ്ട് പിന്നെ നോക്കിയിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ. ഇനി നമുക്കിതിൽ ആവശ്യത്തിന് സുർക്ക ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഉപ്പൊക്കെ പാകത്തിനുണ്ട്. ഇനി നമുക്കിതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓഫാക്കി വെക്കാം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം വെള്ളമൊന്നുമില്ലാത്ത വൃത്തിയുള്ള നല്ല ഗ്ലാസിൻ്റെ കുപ്പിയിലാക്കി വെക്കുക. ഇപ്പോൾ നമ്മുടെ ചെറിയച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒരു ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബായ്.